29 വകുപ്പുണ്ടായിരുന്നു പിണറായി വിജയൻ്റെ കയ്യിൽ. 29 വകുപ്പ്. IT വേറെ മന്ത്രിമാരുടെ കയ്യിലായിരുന്നു. എന്തിനാ IT എടുത്തു വെച്ചത്? അഴിമതി നടത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, LDF സർക്കാരുകളിൽ കഴിഞ്ഞ സർക്കാരുകൾ ചിലതിനെ എടുത്താൽ, ഈ 2016 വന്നതല്ല, സർക്കാരുകളെ എടുത്താൽ ആ സർക്കാരുകളുടെ മുഖ്യമന്ത്രിമാർ IT വകുപ്പും കൈകാര്യം ചെയ്തിരുന്നത് കാണാൻ സാധിക്കും. അന്നും അതറിയാത്ത ആളല്ല ഇന്നത്തെ മുഖ്യമന്ത്രി. 2006 മുതൽ 2011 വരെ VS അച്യുതാനന്ദനായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി. അദ്ദേഹം IT വകുപ്പ് കൂടി കൈകാര്യം ചെയ്ത മന്ത്രി കൂടിയായിരുന്നു. 1996, 2001 കാലത്ത് നായനാരായിരുന്നു മുഖ്യമന്ത്രി. EK നായനാർ IT വകുപ്പ് ആ ഘട്ടത്തിൽ കൈകാര്യം ചെയ്ത. അപ്പോ ഇദ്ദേഹം മുഖ്യമന്ത്രി. ശ്രീ ഗോപൻ, യഥാർത്ഥത്തിൽ പ്രതിപക്ഷം മുഖ്യമന്ത്രിയെ സ്തുതിക്കുകയല്ലേ വേണ്ടത്? അദ്ദേഹം ഇങ്ങനെ നിലനിൽപ്പില്ലാത്ത ആരോപണങ്ങളോ ആക്ഷേപങ്ങളോ ആ വാർത്താ സമ്മേളനം ഒന്ന് കഴിച്ചുകൂട്ടാൻ മട്ടിൽ പറയുന്നു. പക്ഷേ നിങ്ങൾക്ക് മുൻകാല അനുഭവങ്ങൾ, ഇതിൻ്റെ കീഴ്വഴക്കങ്ങൾ, ഇതെല്ലാം ആളുകളെ പറഞ്ഞു മനസ്സിലാക്കിക്കാൻ കഴിയുന്നു. ഇത് കേട്ടിരിക്കുന്ന ആർക്കും ആ കാലത്തേക്കൊക്കെ സഞ്ചരിക്കാം. EK നായനാർ IT വകുപ്പ് കൈകാര്യം ചെയ്ത കാലത്താണ് കേരളത്തിൽ ടെക്നോ പാർക്കിൻ്റെ വരവ് എന്നുള്ളതൊക്കെ നമ്മളൊക്കെ ഒരുപാട് തവണ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഒരർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് മുഖ്യമന്ത്രി ചെയ്തു തരുന്ന സേവനം മഹത്തരമാണ്. ഈ 50 ദിവസത്തെ ഈ ഒരു അനുഭവം കൂടി നോക്കിയാൽ അങ്ങനെയും അതിനൊരു സാധ്യതയുണ്ട്, അങ്ങനെയും ഒരു വായന സാധ്യമാണ് അദ്ദേഹം ചെയ്യുന്നത് പരിശോധിച്ചാൽ. അല്ല, എനിക്ക് ശരത്ത് നേരത്തെ ചോദിച്ചപ്പം ഓടി വന്നൊരു കാര്യം, ഈ കിലുക്കം സിനിമ ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഹോട്ടൽ മുഴുവൻ തല്ലി പൊട്ടിച്ചു, മേശ മൊത്തം തല്ലി പൊട്ടിച്ചു, അവസാനം പിന്നെ അവിടെ ഇരുന്ന സാധനങ്ങളെല്ലാം എടുത്തെറിഞ്ഞു, ഒടുവിൽ ചെടിച്ചട്ടി എടുത്ത് ചോദിക്കാൻ വന്ന ആളിൻ്റെ തലയ്ക്കടിച്ചു. എന്നിട്ട് രേവതി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞാൻ അവൻ്റെ അച്ഛനെ അമ്മേനെയൊക്കെ പറഞ്ഞു, എന്നിട്ട് അവസാനം ചെടിച്ചട്ടി എടുത്ത് തലയ്ക്ക് ഒരടി കൊടുത്ത് അവൻ്റെ തല പൊട്ടി ചോര ഒഴുകി, അവനെ ആശുപത്രി കൊണ്ടുപോയി. ഇതാ ഞാൻ ചെയ്തത്, ഇതൊരു തെറ്റാണോ എന്ന് രേവതി ചോദിക്കുന്ന അതേ സ്വഭാവത്തിലാണ് VD സതീശൻ ഇപ്പോൾ കേരളത്തിലെ ആളോട് ചോദിക്കുന്നത്. നുണകൾ പറഞ്ഞ് അദ്ദേഹം വലിയ രാക്ഷസനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അത് വലിയ ചർച്ചയായി വന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇനി എൻ്റെ ശ്രദ്ധയപ്പെടാഞ്ഞാണോ എന്നറിയത്തില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം കേരളത്തിലെ ഒരു പ്രമുഖ പത്രം, അദ്ദേഹത്തിൻ്റെ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പത്രങ്ങൾ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേരളത്തിലെ ഒരു പ്രമുഖമായ രണ്ടാമത്തെ പത്രം അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞായറാഴ്ച അദ്ദേഹത്തിൻ്റെ ഫുൾ പേജ് അല്ല, 2 പേജ് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തെക്കുറിച്ച് അവർ വാദോരാതെ പാടി പുകഴ്ത്തിയിട്ട് നെഹ്റുവിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ കൂടുതൽ മലയാളിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന സൂചനയൊക്കെ കൊടുത്തിട്ടാണ് അവർ ആ ഇൻ്റർവ്യൂ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ശുദ്ധമായ ഒരു അസംബന്ധം അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആ അസംബന്ധം സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായ സമീപനമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവസാന നാളുകളിൽ അവരെടുത്തത്. അതായത് ഫാസിസത്തിനെതിരായ സമീപനമാണ് നെഹ്റു എടുത്തത്, എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ ജർമ്മനിക്ക് അനുകൂലമായ നിലപാടാണ് എടുത്തതെന്ന് ശുദ്ധമായ പച്ചക്കള്ളം. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റുകാർ ആക്ഷേപം കേട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം തൽക്കാലം ബ്രിട്ടനെ ദുർബലപ്പെടുത്തേണ്ടതില്ല, മറിച്ച് ഫാസിസ്റ്റ് ശക്തികളുടെ കടന്നുവരവ് അനുവദിക്കാൻ പറ്റില്ല. അവർ വിജയിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടൻ പരാജയപ്പെടും. ബ്രിട്ടൻ പരാജയപ്പെട്ടാൽ ബ്രിട്ടൻ്റെ കോളനി രാഷ്ട്രമായ ഇന്ത്യ ജർമ്മനിയുടെ കയ്യിൽ, ഹിറ്റ്ലറുടെ കയ്യിൽ അകപ്പെടും. അതുകൊണ്ട് താൽക്കാലികമായി നമ്മൾ ഒരു ചുവട് പുറകോട്ട് വെക്കുന്നത് 2 ചുവട് മുന്നോട്ട് വയ്ക്കാനാണ്. തൽക്കാലം അത്തരം ഒരു സമരത്തോട് നമ്മുടെ അഭിപ്രായം അതാണ് എന്ന് പറയുകയും, സോവിയറ്റ് യൂണിയൻ ആണെങ്കിൽ 2 കോടി കമ്മ്യൂണിസ്റ്റുകാർ നഷ്ടപ്പെട്ട് ജർമ്മനിയെ പരാജയപ്പെടുത്തി ഹിറ്റ്ലർ പോയി ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായതിനെ ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് വളരെ അപകടകരമായ ഒരു രാഷ്ട്രീയം. കോൺഗ്രസ് എന്ത് നിലപാടാണോ എടുത്തത് അതിന് വിപരീതമായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാടെന്ന് പറയുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് നിലപാടാണോ സാർവദേശീയമായി എടുത്തത് അതിനെതിരായിട്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലപാട് എന്ന് വിശദീകരിക്കുക. അത് ആ പത്രത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ അടിച്ചു വന്നൊരു കാര്യമാണ്.
അതിൽ നെഹ്റുവിൻ്റെ കാര്യം അദ്ദേഹം പറയുന്ന കൂട്ടത്തിൽ നെഹ്റു ഒരു യുക്തിവാദിയായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിനോട് യോജിക്കുന്നതുമില്ല. നെഹ്റു എല്ലാത്തിനെയും പരിഗണിച്ചിരുന്നു. അങ്ങനെ ഒഴുക്കൻ മട്ടിലാണ് അദ്ദേഹം ആചാര സംരക്ഷണത്തിന് നിയമം കൊണ്ടുവരാൻ പരിശ്രമിച്ച ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണത്. മൂന്നാമത്തെ കാര്യം, നെഹ്റു ആണെങ്കിൽ LIC ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതായത് പ്രൈവറ്റൈസ് ചെയ്യപ്പെട്ടിരുന്ന ചെറിയ ഇൻഷുറൻസ് കമ്പനികളെ യോജിപ്പിച്ചെടുത്തിട്ടാണ് അദ്ദേഹം 956 എൻ്റെ ഓർമ്മ ഈ LICയെ ഒരു പൊതുമേഖലാ സ്ഥാപനമാക്കി അദ്ദേഹം പാർലമെൻറ്റിൽ ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കിയെടുത്തത്. അതുപോലെ പൊതുമേഖലയെ സ്വകാര്യവൽക്കരിക്കാതിരിക്കാനും അദ്ദേഹം പരിശ്രമിച്ചു. സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടുകൂടി ബക്രാനങ്കൽ അണക്കെട്ട് ഉൾപ്പെടെ അദ്ദേഹം ഉണ്ടാക്കാനും പരിശ്രമിച്ചു. നേർ വിപരീതമാണ് നരസിംഹറാവു, രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി എല്ലാവരും സ്വീകരിച്ച സമീപനം. അങ്ങനെയാണെങ്കിൽ നെഹ്റുവിനെ അദ്ദേഹം തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അദ്ദേഹം അദാനിക്ക് തുറമുഖം പോകാതിരിക്കാൻ പരിശ്രമിക്കണം. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, അദാനിയുടെ ഉൾപ്പെടെ സഹായത്തോടു കൂടിയാണ് കേരളത്തിൽ നമ്മൾ ഇലക്ഷൻ സമയത്ത് തിരിച്ചറിയപ്പെടാതെ പോയൊരു കാര്യമാണത്. VD സതീശനെയാണ് അവരെല്ലാം മുൻനിർത്തിയത്. കാരണം KC വേണുഗോപാലിനെ അദാനിക്ക് അത്ര വിശ്വാസമില്ലാത്തത് തൽക്കാലത്തേക്കെങ്കിലും ദേശീയ അടിസ്ഥാനത്തിൽ അദാനിയും കോൺഗ്രസുമായിട്ടൊരു വൈരുദ്ധ്യമുണ്ട്. കാരണം BJPയുടെ ആളാണ് അദാനി, കോൺഗ്രസിൻ്റെ ആളാണ് അംബാനി. അംബാനി അല്പം പിറകോട്ട് പോവുകയും അദാനി മുന്നിലേക്ക് വരികയും ചെയ്തു. ഇതും കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് KC വേണുഗോപാൽ അദാനിയെ ലക്ഷ്യമിട്ടുകൊണ്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത്. രാഹുൽ ഗാന്ധി ഇന്ത്യ യൂണിയൻ്റെ കമ്മിറ്റിക്കകത്ത് വളരെ തെറ്റായ ഒരു ആക്ഷേപം ഇടതുപക്ഷത്തിനെതിരായിട്ട് വെച്ചു. ഈ തുറമുഖം ഇടതുപക്ഷമാണ് അദാനിക്ക് കൊടുത്തത് എന്ന് വരെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കേരളത്തിൽ മാധ്യമങ്ങളൊരു പൊതുബോധം സൃഷ്ടിച്ചു. തൊഴിലവസരം ഉണ്ടാക്കാൻ, വിദേശ ബന്ധമുണ്ടാക്കാൻ വലിയൊരു തുറമുഖ സാധ്യതയാണ് വിഴിഞ്ഞത്ത്. അത് അദാനിയെപ്പോലുള്ള ആളുകൾ ഏറ്റെടുത്താലേ നന്നാവൂ. പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ ദുർബലപ്പെടുകയാണ്. ഈ നരേറ്റീവ് ഉണ്ടാക്കിയിട്ട് പ്രതീതി സൃഷ്ടിച്ച് അദാനിക്ക് കൊടുപ്പിക്കാൻ നല്ല മാധ്യമങ്ങളുടെ പരിചരണം ഉണ്ടായിരുന്നു. അപ്പോൾ അദാനി ആ തുറമുഖം പിടിച്ചെടുത്ത്, തിരുവനന്തപുരം എയർപോർട്ടും പിടിച്ചെടുത്ത്, സീപോർട്ടും പിടിച്ചെടുത്ത്, പല പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും പിടിച്ചെടുത്ത്, അങ്ങനെയുള്ള അദാനിയുടെ കാര്യം അറിയാൻ വയ്യാത്തതാണോ രാഹുൽ ഗാന്ധി? അദ്ദേഹം ആ യോഗത്തിൽ വെച്ച് അത്തരം ആക്ഷേപം ഉന്നയിച്ചപ്പോൾ ശ്രീ ജോൺ ബിട്ടാസ് ഉൾപ്പെടെയുള്ളവർ അതിനെ എതിർത്തപ്പോൾ പിന്നെ അദ്ദേഹത്തിന് വിശദീകരണമില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ VD സതീശൻ കാണിക്കുന്നത് ഹൈക്കമാൻഡിൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തതാണോ എന്നുള്ളതും പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹം ഈ ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടാക്കിയ കരാറിൻ്റെ ഭാഗമായി അതിൻ്റെ വികസിത പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് പരിശ്രമിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമല്ല, ഞാൻ കണക്ക് കൂട്ടുന്നത് രണ്ടാമത് LDF ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ 99 സീറ്റുമായിട്ട് വന്നതിൻ്റെ അടുത്ത ദിവസം സത്യപ്രതിജ്ഞാ ചടങ്ങ് പ്രതിപക്ഷം ബഹിഷ്കരിച്ചല്ലോ. അന്ന് മുതൽ തുടങ്ങിയതാണ് കേരളത്തിലെ സമ്പന്ന ശക്തികളെ കൂട്ടിയോജിപ്പിക്കൽ. നമ്മൾ ഈ അവസാനം കണ്ട മൈനോറിറ്റി കമ്മ്യൂണിറ്റിയെ യോജിപ്പിക്കൽ മാത്രമല്ല, കേരളത്തിലെ അൺഎയ്ഡഡ് സ്കൂളുകളുടെ അധികാരികൾ, കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ വമ്പൻ ശക്തികൾ, കേരളത്തിലെ പൊതുഗതാഗത സംവിധാനത്തിന് വിപരീതമായിട്ട് നിൽക്കുന്നവർ, കേരളത്തിലെ ചെറുപ്പക്കാരെ മോഹിപ്പിക്കാൻ വേണ്ടി അവസാനം പറഞ്ഞ മോഡിഫിക്കേഷൻ, അവസാനം 3-4 കോടി രൂപ കുട്ടികളിൽ നിന്ന് പിടിച്ചെടുത്ത് അവർ മോഡിഫൈ ചെയ്തപ്പോൾ ആശാ വർക്കേഴ്സിന് 21,000 രൂപ 3,000 കൊടുത്ത് അവരെ ഒതുക്കി. മറ്റ് ഓരോ മേഖലയ്ക്കും KSRTC ഒരു 35 ലക്ഷം പേർക്ക് 1,000 രൂപ കിട്ടുന്നത് ഇല്ലാതാക്കിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ അന്ന് മുതൽ കേരളത്തിലെ സമ്പന്ന ശക്തികൾ ഇദ്ദേഹത്തിൻ്റെ പിറകിലുണ്ട്. കേരളത്തിലെ വൻകിട മാധ്യമങ്ങൾ സതീശൻ്റെ പിറകിലുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിയോജിപ്പിച്ചിട്ടാണ് കേരളത്തിൽ LDFനെതിരായിട്ട് പ്രചണ്ഡമായ പ്രചാരണം. ആർക്കും അതിൻ്റെ സമ്പത്ത് കണക്കാക്കാൻ പറ്റുന്നില്ല. കേന്ദ്ര BJP ചെലവാക്കിയതിനോളമോ അതിനേക്കാൾ അല്പം കൂടുതലോ സതീശന് ചെലവാക്കാൻ പറ്റിയതിനകത്ത് അദാനിയുടെ സമ്പത്തുണ്ട്. അദാനിയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് കിഷോർ റെൽവെയായിട്ടുള്ള അലയൻസിന് വേണ്ടി തന്നെയാണ് മംഗലാപുരത്ത് പോയതെന്ന് എല്ലാവർക്കും വ്യക്തമാണ്. അതുകൊണ്ട് ഈ മനുഷ്യൻ കേരളത്തിൻ്റെ LDFനെ സംബന്ധിച്ച് ചിലപ്പം ഐശ്വര്യമാണെന്ന് നമുക്ക് പറയാം. കാരണം അദ്ദേഹം രാഷ്ട്രീയമായി നമുക്ക് വേണേൽ അങ്ങനെ പറയാം, ഈ കാണിച്ചു കൂട്ടുന്ന മണ്ടത്തരങ്ങളെല്ലാം. പക്ഷെ കേരളത്തിൻ്റെ നാശത്തിൻ്റെ പ്രതീകമായി ഈ മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. VD സതീശൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇതിനെ പരിഗണിച്ചുകൊണ്ട് കേരളത്തെ സർവനാശത്തിലേക്ക് കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ട് ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ അപകടം ചെയ്യും. ഇത് LDFന്റെ UDFന്റെ കക്ഷി രാഷ്ട്രീയത്തിന്റെ പ്രശ്നമൊന്നുമല്ല, ഇത് കേരളത്തിലെ ജനങ്ങളെ കളിപ്പിക്കുന്നതിന്റെ പ്രശ്നം കൂടിയാണ്. ഓക്കെ, റൈറ്റ്.
അവിടെയാണ് പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയമായ ഉത്തരവാദിത്വം, ജനങ്ങളിലേക്ക് പ്രതിപക്ഷത്തിൻ്റേതായ കാഴ്ചപ്പാടുകൾ, ഭരണത്തിൻ്റെ പോരായ്മകൾ ഒക്കെ കൂടുതലായി വിശദീകരിക്കാൻ. ഒരുപക്ഷെ പലപ്പോഴും പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നത് കേട്ടു, പ്രതിപക്ഷം പ്രതീക്ഷിച്ചതിലും അധികം ഈ സർക്കാരിനെ കുറിച്ച് വിമർശനപരമായി ജനങ്ങൾക്ക് മുമ്പാകെ സംസാരിക്കേണ്ടി വന്നു, തുടക്കമായിട്ട് പോലും എന്ന് പറയുന്നൊരു നില സമ്മാനിച്ചത് സർക്കാർ തന്നെയാണ്. വിശേഷിച്ച് അതിൽ തന്നെ മുഖ്യമന്ത്രിയാണ് അതിലൊരു വലിയ സംഭാവന നൽകുകയും ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഈ പറഞ്ഞതുപോലെ വൈരുദ്ധ്യങ്ങൾ, അതുപോലെ തന്നെ നിലനിൽപ്പില്ലാത്ത വാദമുഖങ്ങൾ, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെതായ നിരവധി സംഭാവനകൾ. അതുകൂടിയാണല്ലോ നമ്മുടെ ഈ ചർച്ചയുടെ ഒരു പശ്ചാത്തലം.